ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പ്രോഡക്റ്റ് മാനിപ്പുലേഷൻ പോസ്റ്റർ തന്നെയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു സൈസിൽ എടുക്കുകയാണ്. 700 റെസൊല്യൂഷൻ തന്നെ. ഇതാണ് സൈസ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൈനാപ്പിളിൻ്റെ ഒരു അഡ്വർടൈസിങ് ആണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം പ്രോഡക്റ്റ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രോഡക്റ്റ് നമുക്ക് എടുക്കാം. ഇതാണ് പ്രോഡക്റ്റ് എടുത്ത് പ്രോഡക്റ്റ് നമ്മൾ ഇതിലേക്ക് കൊണ്ടിട്ടു. ഇത് കഴിഞ്ഞ് നമുക്ക് സൂം ചെയ്തിട്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് സെറ്റ് ചെയ്യാം. അത് തന്നെ ഇതൊന്ന് Ctrl+T അടിച്ചിട്ട് ഞാൻ റൈറ്റ് ചരിച്ചിട്ടുണ്ട്. ഇത്ര ചരിച്ചിട്ടു. ചിരി ചെറുതാക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ സംഭവം കൊണ്ടുവരാം. പൈനാപ്പിളിൻ്റെ ഒരു അപ്പം അതിന് വേണ്ടി സേവ് ചെയ്യാനായിട്ട് 01 സേവ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമുക്കിത് ആഡ് ചെയ്യേണ്ടത്. അപ്പം അതിനായിട്ട് ഞാനിത് ഇങ്ങനെ ചരിച്ചിട്ടു. കുറച്ച് വലുതാക്കി. ഇവിടെ നമ്മൾ കുറച്ച് ഇങ്ങനെയൊക്കെയാണ്. ഓക്കെ, ഇനി ആ പ്രൊഡക്റ്റ് ഞാൻ കുറച്ച് ഇറക്കിയിട്ടു. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഇതൊന്ന് സെലക്ട് ചെയ്തിട്ട് സ്വല്പം കൂടി ഒന്ന് വലുതാക്കി കൊടുക്കുക. റാപ്പ് കൊടുക്കുക. റാപ്പ് കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഈ റാപ്പ് ചെയ്യണ സംഭവങ്ങൾ എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. കാരണം അതെന്ന് വെച്ചാൽ കുറേ സംഭവങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇങ്ങനെയല്ലേ. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇത് സെലക്ട് ചെയ്താണ്. ഒപ്പാസിറ്റി കുറച്ചിട്ട് ഞാൻ ഇത് സെലക്ട് ചെയ്തു. അടിയിലത്തെ ലെയർ ബ്രഷ് സെലക്ട് ചെയ്തൊക്കെയാണ്. സിമ്പിളായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഒപ്പാസിറ്റി ഒന്ന് കൂട്ടി നോക്കാം. സീലടിക്കുക കണ്ടില്ലേ, അതിൻ്റെ ഉള്ളിലായില്ലേ. ഇനി നമുക്ക് ഈ ലെയർ സെലക്ട് ചെയ്തിട്ട് ഈ സംഭവം ലോക്ക് ചെയ്ത് കൊടുക്കുക. ബ്രഷ് എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഇതായിട്ടുള്ള സാധനം കിട്ടേണ്ടത് ഡാർക്കായിട്ട്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും ചെയ്യണം. ഇവിടെ നമുക്ക് കുറച്ചും കൂടി കളയാനുണ്ട്. അപ്പോൾ നമുക്ക് ഇത് സെലക്ട് ചെയ്യാം. ഇങ്ങനെ കളയാം. ഇങ്ങനത്തെ ബ്രഷ് സെലക്ട് ചെയ്യണം. ഇങ്ങനത്തെ അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ
മറ്റു ഭാഗങ്ങൾ കട്ടായി പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇനി ഞാൻ വീണ്ടും ഇത് തന്നെ സെലക്ട് ചെയ്യാണ്, ബ്രഷ് എടുക്കുകയാണ്. അപ്പോൾ അതിൽ ഓൾറെഡി ആ കളറിനൊക്കെ എടുക്കുന്നുണ്ട്. ആ കളറ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് സെലക്ട് ചെയ്തിട്ട് അതെല്ലാം ഓക്കെ ആഡ് ചെയ്യണം. ഇവിടെ കണ്ടില്ലേ ഒരു വൈറ്റ്, ആ സാധനം നമുക്ക് ആവശ്യമില്ല. ഇവിടെ കുറഞ്ഞ കിടക്കണം, അപ്പോൾ അത് ഞാൻ കൂട്ടി കൊടുക്കണം. ഓക്കെ, ചാർജ് കഴിഞ്ഞതിൻ്റെ ഇത് ഓക്കെ. പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇത് ഈ ബോട്ടിലുമാണ് കളർ ആഡ് ചെയ്യുന്നത്. കുറച്ച് ഡാർക്കായിട്ടുള്ള കളറ് സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്കത് ഇവിടെയും കുറച്ച് കൊടുക്കാനുണ്ട്. ഇതിൻ്റെ ഒരു ഇതും വരും. പിന്നെ ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് ഇവിടെയും കൊടുക്കണം. ഇവിടെ എന്നിട്ടാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വീണ്ടും സെലക്ട് ചെയ്യുക, ഈ ലോക്ക് റിമൂവ് ചെയ്യാം, ഒപ്പാസിറ്റി ഒന്ന് കുറയ്ക്കുക. കുറച്ചിട്ട് നമുക്കൊന്ന് സ്വല്പം കയറ്റി വയ്ക്കാം. ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ, അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പല ഭാഗങ്ങളും കട്ടായി പോകും. ഇത്ര തന്നെ മതി. പെൻ ടൂൾ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യാം, കട്ട് ചെയ്ത് കളയാം. ഓക്കെ, സെലക്ട് ചെയ്യാം. എന്നിട്ട് ബോട്ടിൽ സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ തന്നെ ഈ ഒരു ഡാർക്ക് ഷെയ്ഡ് ഉണ്ടല്ലോ, അതവിടെ കിടക്കുന്നുണ്ട് ഓൾറെഡി, അത് ഇവിടെയും കൊടുക്കാം. ഇവിടെയും ഡാർക്ക് ഷെയ്ഡ് കൊടുക്കാം നമുക്ക് സ്വല്പം. ഓക്കെ, അതിൻ്റെ ഉള്ളിലായില്ലേ. ഇനി നമുക്ക് ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യണം. ബാക്ക്ഗ്രൗണ്ട് എടുക്കാം. ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ട് നമുക്ക് ന്യൂ ലെയർ എടുക്കാം. ഇതേ സാധനം കളർ സെലക്ട് ചെയ്ത് ഞാൻ ഒരു ലെയറും കൂടി എടുത്തു. ഇതേ കളറിൻ്റെ സംഭവമായി ഒരു കുറച്ച് ഇതാക്കി കൊടുത്തു. കൺട്രോൾ എം അടിച്ചു, ഡാർക്കായി. ഇതിങ്ങനെ ചെയ്യണേക്കാളും നല്ല നമുക്ക് വേറൊരു ഐഡിയ ചെയ്യാം. അതിനായിട്ട് ഞാൻ ഒരു ഷേപ്പ് എടുക്കാം. ഷേപ്പല്ല, നമ്മുടെ അതിൻ്റെ ഒരു കളർ എടുത്തു, ന്യൂ ലെയർ എടുത്ത് ഞാൻ ഇവിടെ നിന്നൊരു കളർ പിക്ക് ചെയ്ത് കൊടുത്തു. ഇങ്ങനെ എന്നിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലറിൽ പോവാം. ബ്ലറിൽ പോയിട്ട് കണ്ടില്ലേ, പക്ഷേ ബ്ലർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ കിട്ടും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ ഒരു സ്പ്ലാഷ് ഞാൻ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ കുറച്ച് സംഭവങ്ങൾ കൊടുക്കാണ്ട്. ഓക്കെ.